നാഗറാണി സീരിയലില് നാളെ ടി വിയിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമ്മുടെ പൂർവി നാഗകന്യകയായിട്ട് മാറാൻ തുടങ്ങുവാണ്. നിങ്ങൾ അതിന്റെ പ്രൊമോ ഒക്കെ കണ്ടായിരുന്നോ? ഞാൻ എന്താണ് നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മുടെ പൂർവി നാഗകന്യകയായിട്ട് മാറാൻ തുടങ്ങുന്നത് മാത്രമല്ല, ആര്യവനുമായിട്ട് പൂർവി എന്ത് ചെയ്യാണ്, ഓഫീസിൽ ജോലിക്ക് കയറുന്നു. ആര്യവന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്, പേഴ്സണൽ അസിസ്റ്റന്റ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ട്വിസ്റ്റുകളാണ് ഇതിനകത്ത് വരാനിരിക്കുന്നത്. പൂർവി ഇനി നാഗകന്യകയായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പൂർവിയിൽ വരുന്ന. പൂർവി ഇപ്പൊ എന്താ പറയാ, കണ്ണ് കാണാൻ പറ്റില്ല, പൂർവിക്ക് മറവി രോഗമുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി അലർജീസ് ഉണ്ട്, പല്ലിന്റെ അവിടെ പ്രശ്നമുണ്ട്. മൊത്തത്തിൽ മാറി പൂർവി നാഗകന്യകയായിട്ട് മാറുമ്പോൾ നിങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ട് ഒരു അടിമുടി പുതിയ ഒരാളായിട്ട് മാറും പൂർവി. അതെ, അപ്പം അടിപൊളി കഥയാണിത്. അപ്പൊ എന്താണ് ടി വിയിൽ ഇതുവരെ വരാത്ത എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ടി വിയിൽ എപ്പിസോഡുകൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്ത എപ്പിസോഡിന്റെ നാഗകനിക 7ന്റെ, അതായത് നമ്മുടെ നാഗറാണിയുടെ എക്സ്പ്ലനേഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നാഗറാണിയെ കുറിച്ചുള്ള ഒപ്പീനിയൻ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ പൂർവി ക്ഷേത്രത്തിൽ അടുത്ത കാലം കൂടെ എടുത്ത് വെക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ അനന്ത വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പൂർവി ഇങ്ങനെ വലിച്ച് പുറകിലോട്ടാക്കുവാണ്. അപ്പൊ നമ്മുടെ ക്ഷേത്രം ഫുൾ ഓണായി വെട്ടമൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുവാണല്ലോ. ക്ഷേത്രത്തിന്റെ വെട്ടം മുഴുവൻ അണഞ്ഞു പോകുന്നു. വെട്ടം മുഴുവൻ അണയുവാണ്. അപ്പം നമ്മുടെ പൂർവി, ചേച്ചി എന്നെ ഈ അമ്പലം വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്നെ ഇതിനെ ആകർഷിച്ച് വിളിക്കുന്നു. എൻ്റെ പൊന്ന് പൂർവി, നീ വാ, നമുക്ക് പോവാം. ചേച്ചി എവിടെയാ? നീ വാ പൂർവി, നമുക്ക് പോവാം. അച്ഛനും അമ്മയൊക്കെ നമ്മളെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും എന്ന് പറഞ്ഞ് പൂർവിയെ വിളിച്ചുകൊണ്ട് അനന്ത അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മുടെ ഉത്തരാമ്മ ക്ഷേത്രത്തിനകത്ത് നിൽക്കുകയാണ്. ഭരണിയെടുത്ത് പറയാണ്, ഇനി മുതൽ നമ്മുടെ നാഗറാണി നാഗകന്യകയായിട്ട് മാറി തുടങ്ങും, ചെറുതായിട്ട് മാറി തുടങ്ങും എന്ന് പറയണം. അപ്പൊ ഇവര് നേരെ കാറിന്റെ അടുത്തോട്ട് കയറാൻ പോകുമ്പോൾ പൂർവി ചോദിക്കണം, അല്ല നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഗുണ്ടകൾ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എന്തായി ചേച്ചിയത്? നീ വാ, നമുക്ക് പോവാം, അതെന്തോ ആവട്ടെ, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കാറിൽ വിളിച്ചു കയറ്റി അനന്തയും പൂർവിയും കൂടെ കാറിൽ പോവാണ്. പിന്നീട് ഈ നേരത്തെ ഭരണി വന്ന് യുവമാരെയൊക്കെ അടിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തല്ലോ, എല്ലാവരും ഇങ്ങനെ വള്ളിയിൽ തൂക്കി നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ താഴോട്ട് റോഡിൽ വന്ന് വള്ളി പൊട്ടി താഴെ വീഴുന്നു. അയാൾക്ക് ജീവനുണ്ട്. അയാൾ അവിടെ നിന്ന് നാഗകന്യക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരു കാറ് വന്ന് അയാളെ തട്ടുന്നു. കാറ് തട്ടുന്നത് അയാളുടെ ഫ്രണ്ടാണ്. അയാളുടെ ഫ്രണ്ട് രജിത്ത് എന്ന് ചോദിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങണം. അതായത് കാറ് തട്ടിയ ആളെ അറിയാം. ഓക്കെ. പിന്നീട് നമ്മുടെ അനന്തയും പൂർവിയും കൂടെ വീട്ടിലെത്തുവാണ്. അപ്പം അനന്ത പറയാണ്, പൂർവി ഇന്ന് റോഡിൽ നടന്ന സംഭവം നീ ആരടുത്തും പറയണ്ട, നിന്റെ കണ്ണട പൊട്ടിയില്ലേ, ഞാൻ നാളെ വേറെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയാണ്. വീട് തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ശാലിനി, ഗുരീന്ദർ, രോഹൻ 3 പേരോട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. പറ, എവിടെയായിരുന്നു ഇത്ര നേരം? നിങ്ങൾ എവിടെയായിരുന്നു? രാവിലെ ഓഫീസിൽ പോയതല്ലേ, നിങ്ങൾക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇത്ര നേരം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനന്ത പറയണത് ക്ഷീണമായിരുന്നു, അത് പാർട്ടിയൊക്കെ ആയിരുന്നു, ബോസ് അവാർഡ് കിട്ടിയല്ലേ, അപ്പം പാർട്ടിയൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ട് വേഗം പൂർവിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ പൂർവിയുടെ കൈ റോഡിൽ വീണിട്ട് മുറിഞ്ഞിരിക്കുവാണല്ലോ. അപ്പം മുറിഞ്ഞ് ഇരിക്കുന്നത് പെട്ടെന്ന് ശാലിനി ഗുരീന്ദ്രൻ കണ്ടി എങ്ങനെ പറ്റി, എന്താ മുറിവ് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ പൂർവി പെട്ടെന്ന് റോഡിൽ വെച്ച് എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അനന്ത അയ്യോ അത് ഓഫീസിൽ വെച്ചിട്ട് നമ്മുടെ പൂർവി എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ പൂർവി പെട്ടെന്ന് തുള്ളി ചാടിയപ്പോൾ മറിഞ്ഞ് വീണതാണ്. പൂർവിക്ക് ജോലി കിട്ടിയതുകൊണ്ട്. പൂർവിക്ക് ജോലി കിട്ടിയോ? അതെ പൂർവിക്ക് ജോലി കിട്ടി, അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശാലിനി പൂർവിയെ കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നു മോള് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വയ്ക്കുകയാണ്. അപ്പം ഞാൻ മുറിവിൽ മരുന്ന് വെച്ചാലോ, ഞാൻ വെച്ചു കൊടുത്തോളാം, നമുക്ക് നല്ല ക്ഷീണമുണ്ട്, കിടക്കട്ടെ, നാളെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അനന്ത കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സമ്മതിക്കാതെ വാതിൽ കൊട്ടി അനന്തയും പൂർവിയും കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണേ. പിന്നീട് നേരം വെളുക്കുമ്പോഴത്തേക്കും നമ്മുടെ രജിത്ത് നേരം വെളുക്കുന്നില്ല, അന്ന് രാത്രി നമ്മുടെ രജിത്ത് എന്ത് ചെയ്യുന്നു, പേടിച്ച് ഓടാനായിട്ട് അവിടെ നിന്ന് കട്ടിലിൽ കിടക്കുവാണ്. ബോധം വന്ന് പേടിച്ചിറങ്ങി ഓടുമ്പോൾ നമ്മുടെ നേരത്തെ ആ കാറിൽ നിന്ന് വന്ന് രക്ഷിച്ച പെൺകുട്ടിയില്ലേ, റോമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ റോമ എന്താ പ്രശ്നം, അത് നാഗകന്യകനെ ഉപദ്രവിക്കാൻ വന്നു, നാഗകന്യക ഉണ്ട് എന്നിങ്ങനെ അയാൾ പറയുവാണ്. പിന്നീട് നമ്മുടെ ആര്യവന്റെ വീടാണ് കാണിക്കുന്നത്. ആര്യവന്റെ റൂമിൽ പെട്ടെന്ന് ഫുഡ് കൊണ്ട് ആള് വരുവാണ്. ഫുഡ് കൊണ്ട് വേലക്കാരൻ വരുന്നു. ഫുഡ് കൊടുക്കാനായിട്ട്, അതായത് കോഫി കൊടുക്കാനായിട്ട് വരുമ്പോൾ ആര്യവൻ ഇങ്ങനെ കിലുക്കം കേൾക്കുന്നു. അപ്പോൾ വിറച്ചാണ് ആര്യവന്റെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ആര്യവൻ നോക്കുമ്പോൾ ഞാൻ കോഫി കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ അയാളുടെ ദേഷ്യത്തിൽ കോഫി വാങ്ങിച്ചിട്ട് അതിൽ കള്ളം ഒഴിച്ച് കുടിക്കാനായിട്ട് തുടങ്ങുവാണ് നമ്മുടെ ആര്യവൻ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നു.
പിങ്കി അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ് പറയാണ്, ചേട്ടാ ഇന്ന് കുടിക്കാൻ പറ്റത്തില്ല, കാരണം എന്താ, ഇന്ന് കരണിൻ്റെ, അതായത് നമ്മുടെ കസിൻ കരണിൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ്, ചേട്ടൻ കുടിക്കാൻ പാടില്ല. ഓഹോ, അവനും കല്യാണം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ അവൻ്റെ തല വിധി തന്നെ എന്ന് നമ്മുടെ ആര്യവൻ പറയുവാണേ. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ താഴത്തെ നിലയിലെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കരണിൻ്റെ അമ്മയും അവരുടെ നാത്തൂനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കരണും രോഹനും ഒക്കെ എല്ലാവരും വീട്ടിലെ പയ്യന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരമീതും ബൽജീത്തും, അതായത് കരണിൻ്റെ അച്ഛനാണ് ബൽജീത്ത്, നമ്മുടെ ആര്യവൻ്റെ അച്ഛനാണ് പരമീത്. ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനുമാണ്. ആര്യവൻ്റെ അച്ഛൻ ചേട്ടനും കരണിൻ്റെ അച്ഛൻ അനിയനുമാണ്. അങ്ങനെ അവർ പറയണ, അപ്പോൾ പരമീത് പറയണം, ഇന്ന് ഇപ്പോൾ ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്നതോടുകൂടി എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക സംബന്ധക്കാരായിട്ട് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെണ്ണ് വീട്ടുകാരും വരുവാണ്. പെണ്ണിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്ററാണ്, മന്ത്രിയാണ്, വരുവാണ്. അപ്പോൾ നമ്മുടെ കരണിന് വലിയ താല്പര്യമൊന്നുമില്ല, പെണ്ണിനെ കണ്ട് ചിരിച്ചിട്ട് പോയി മാറി നിന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മറ്റൊരു കസിൻ നിഷ ചോദിക്കുകയാണ്, എന്താ എന്നൊക്കെ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്? അത് ഞാൻ ഈ വിവാഹം കഴിക്കുന്നത് തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടില്ല, അവരുടെ വലിയ മിനിസ്റ്ററിൻ്റെ വലിയ ചാനൽ, TV ചാനൽ എനിക്ക് ഗിഫ്റ്റായിട്ട് തരും, നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, മിനിസ്റ്റർ വന്ന് കെട്ടിപ്പിടിക്കുന്നു. മിനിസ്റ്റർ വന്ന് നമ്മുടെ പരമീതിനെയും ബൽജീത്തിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവരുടെ വേറെ ആക്ടർ, ഒരു സൂപ്പർ സ്റ്റാർ ഫ്രണ്ട് കൂടി ഇവർക്കുണ്ട്. ആ സൂപ്പർ സ്റ്റാർ ഫ്രണ്ടും അങ്ങോട്ട് വരുന്നു, ഇവരൊക്കെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ 4 പേരും കൂടെ, അതായത് പരമീത്, ബൽജീത്ത്, ഈ മന്ത്രിയുടെ പേര് സമീർ എന്നാണ്, സമീർ, പിന്നെ വരുന്ന ആക്ടറുടെ പേര് ഋഷഭ് എന്നാണ്. അപ്പോൾ ഇവർ 4 പേരും കെട്ടിപ്പിടിക്കുമ്പോഴാണ് കാണിക്കുന്നത് ആരാ, 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് നുളഞ്ഞു കയറിയിട്ടുള്ള ചാരന്മാരായിട്ടുള്ള 4 രാജ്യദ്രോഹികൾ. ആ 4 രാജ്യദ്രോഹികളാണ് ഈ 4 പേര്, ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവർ. ഓക്കെ, അപ്പോഴാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ പൂജാരിയെ കാണിക്കുവാണ്. പൂജാരി എടുത്ത് ജാതകം കൊടുക്കുകയാണ്. കരൺ വിവാഹം കഴിക്കാൻ പോകുന്ന ടീന എന്ന് പറയുന്ന പെണ്ണാണ്. അപ്പോൾ ടീനയുടെയും ജാതകം കൊടുക്കുകയാണ്. അപ്പോൾ പൂജാരി ചെറിയൊരു തടസ്സം, ഒരു ചൊവ്വാദോഷം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആര്യവൻ പെട്ടെന്ന് കേട്ടോണ്ട്, ചൊവ്വാദോഷമോ, അതിപ്പോൾ എങ്ങനെ മാറും, കളിയാക്കുവാണ്. അപ്പോൾ അത് ടീന ഒരു മരത്തിന് വിവാഹം കഴിക്കണം, മരത്തിന് വിവാഹം കഴിച്ചിട്ട് അപ്പം ആ ദോഷം അങ്ങ് മരത്തിന് കിട്ടിക്കോളും. അപ്പോൾ ആര്യവൻ ചോദിക്കണം, അപ്പോൾ പിന്നെ മരം മരിച്ചോട്ടെ എന്നാണോ, അവൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചോട്ടെ, മനുഷ്യൻ മരിച്ചോട്ടെ, മനുഷ്യനേക്കാൾ കൂടുതൽ ഇവിടെ വേണ്ടത് മരമാണ്, ശ്വസിക്കാൻ ഓക്സിജൻ ആണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ കളിയാക്കുവാണോ, അപ്പം നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്ന ജോൾസിയ, അത് ഞാൻ 80-ലാണ് മരിക്കുന്നത്, ആണോ, ഞാനിപ്പോൾ നിങ്ങളെ കൊന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആര്യവൻ അയാളെ പേടിപ്പിച്ച് അയാൾ, അയ്യോ ഞാൻ എൻ്റെ ജീവനും കൊണ്ട് പോവാണ് എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി ഓടുവാണ്. എന്നിട്ട് അയാൾ പറയണം, ഇവിടെ വിവാഹമല്ല നടക്കാൻ പോകുന്നത്, സിന്ദൂരമല്ല രക്തം കൊണ്ടുള്ള ചോപ്പായിരിക്കും ഇവിടെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് വീടിനെ പ്രാഗിയിട്ട് ഓടിപ്പോവാണ്. പിന്നീട് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ, ശരിയാ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ല, ഈ പൂജാരിയൊക്കെ ഓട്ടിച്ചല്ലോ, നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആര്യവൻ ചോദിക്കണം, നിങ്ങളെന്താ ജൂപ്പിറ്ററിൽ നിന്ന് വല്ലോ ഒന്നയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവരുടെ നാടായിട്ടുള്ള ചെങ്കിസ്ഥാൻ, ഇവരെല്ലാം ചെങ്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ചെങ്കിസ്ഥാനിൽ ഇങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കുമാണ് ആര്യവൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറണം, അത് നമ്മുടെ നാട്ടിൽ നടപ്പ്, അത് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ മന്ത്രി പറയണം, ഞാൻ എൻ്റെ മോളെ ഇപ്പോൾ ഈ പൂജാരിയിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോയ് ആയിട്ടുള്ള ആര്യവന് എൻ്റെ ചാനൽ ഞാൻ സമ്മാനമായി കൊടുക്കാൻ പോവാണ്. ഇനി മുതൽ ആര്യവൻ്റെ ചാനലും നമ്മുടെ ചാനലും കൊളാബായിരിക്കും. നമ്മുടെ ചാനൽ ഇനി മുതൽ ആര്യവൻ തന്നെയായിരിക്കും നോക്കുന്നത് എന്ന് പറയണം. അപ്പോൾ കരണ് ദേഷ്യം ഓൾറെഡി ആര്യവൻ്റെ അടുത്ത് ചെറിയൊരു കുഷിപ്പുണ്ടല്ലോ. അപ്പം കരണ് നല്ല ദേഷ്യമുണ്ടോ, ഇവന് ചാനൽ കൊടുത്തോ എന്നിങ്ങനെ ബൽജീത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ബൽജീത്ത് അച്ഛനാണ്, അപ്പം അവനാണ് അതിന് അർഹതപ്പെട്ടതെന്ന് ബൽജീത്ത് പറയുന്നുണ്ട്. പിന്നീട് ആര്യവൻ കരണ്ട ദേഷ്യം ആര്യവനെ മനസ്സിലാവുന്നു. അപ്പോൾ ആര്യവൻ പോയി പറയണം, എടാ എൻ്റേതും നിൻ്റെതെന്നൊക്കെ വല്ലതും ഉണ്ടോ, എനിക്ക് ചാനൽ കിട്ടിയത് നിനക്ക് കിട്ടിയ പോലെ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ആര്യവനെ റോമ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ആര്യവൻ്റെ ഒരു കസിനാണ്, ഒരു ഫ്രണ്ടാണ്. ആര്യവൻ്റെ കസിനല്ല, ഈ പറയുന്ന ടീനയുടെ ചേച്ചിയാണ് റോമ. എന്നിട്ട് റോമ പറയണേ, എടാ ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ടിനെ പാമ്പ് അറ്റാക്ക് ചെയ്തു, അത് വെറും ഒരു പാമ്പാണെന്നല്ല, ഒരു വലിയൊരു നാഗകന്യകയാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നിൻ്റെ ചാനലിലൂടെ നീ ഇത് പുറത്ത് വിടും, ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് പറയുമ്പോൾ എനിക്കിതുപോലെ ഫേക്ക് ന്യൂസ് ഇടലല്ല പണി, എൻ്റെത് വലിയ TV ചാനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യവൻ്റെ അനിയൻ രവീഷ് വന്ന് ജോലിക്ക് വിളിക്കുന്നു. ആര്യവൻ ജോലിക്ക് പോവാണ്. അപ്പം ഈ നാഗകന്യകയുടെ കാര്യം പറയുന്നത് പരമീത്തും ബൽജീത്തും കൂടെ യാദൃശ്ചികമായിട്ട് കേൾക്കുകയാണ്. എന്നിട്ട് പരമീത് പ്രൊഫസർ 24 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ കൊല്ലാൻ നാഗകന്യക വരുമെന്ന് പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട്, ശരിക്കും അവളുണ്ടോ, അപ്പോൾ അവൾ വന്നോ, മനുഷ്യനും അല്ല പിശാചും അല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ജന്തു നാഗകന്യക അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടല്ലേ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കരൺ അങ്ങോട്ട് വന്നിട്ട് പറയണം, വല്യച്ഛ ശരിക്കും ഉണ്ട്, നാഗകന്യക ഉണ്ട്, നമുക്കത് കണ്ടുപിടിക്കാം, TRPക്ക് വേണ്ടി പല ചാനൽസും പലതും ചെയ്യുമ്പോൾ നമുക്ക് ഈ ന്യൂസ് കവർ ചെയ്യണം, എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് കരൺ അവിടെ നിന്ന് പോവാണ്. അപ്പം ബൽജീത്ത് പറയണം, എൻ്റെ മോനാണെങ്കിൽ അവനെ വിശ്വസിക്കൊന്നും വേണ്ട. അപ്പോൾ പരമീത് പറയണം, നമുക്ക് നോക്കാം, എന്താവും നോക്കാമല്ലോ എന്ന് പറയാണ്.
പിന്നീട് രാത്രിയാവുകയാണ്. രാത്രിയാകുമ്പോഴത്തേക്കും നമ്മൾ ഉത്തരാമ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് പറയാണ് ഇന്ന് രാത്രി നമ്മുടെ നാഗകന്യകയായിട്ടുള്ള നമ്മുടെ അനന്തയുടെ പടം പൊഴിയും. അതായത് പാമ്പിന്റെ ചട്ട ഊരും എന്നൊക്കെ പറയത്തില്ല, അതുപോലെ പടം പൊഴിയും. അവൾ ഒടുക്കത്തെ ഭയങ്കരമായ വേദനയായിരിക്കും, ആ വേദന എല്ലാം സഹിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പൊ പൂർവിയെ കാണിക്കുന്നു. പൂർവി രാത്രി കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് പൂർവിയുടെ ദേഹത്ത് ചന്ദ്രന്റെ പ്രകാശം അടിക്കുമ്പോൾ പൂർവിയുടെ ശരീരം മുഴുവൻ ഒരു പാമ്പിന്റെ തൊലി പോലായി മാറുവാണ്. മുഖമൊക്കെ പാമ്പിന്റെ തൊലി പോലെ ആകുന്നു. അങ്ങനെ പൂർവി അവൾ അറിയാതെ തന്നെ അന്തരീക്ഷത്തിലൂടെ പൊങ്ങി ഇങ്ങനെ കട്ടിലിന്റെ പുറത്ത് ഇങ്ങനെ തനിയെ അന്തരീക്ഷത്തിൽ നിൽക്കുവാണ്. അപ്പൊ വേദന കൊണ്ട് കരഞ്ഞ് പൂർവി കണ്ണൊക്കെ തുറന്ന് നിലവിളിക്കുന്നുണ്ട്. പൂർവി അവിടെ നിന്ന് വീണ്ടും കട്ടിലിൽ വീഴുന്നു, അവിടെ നിന്ന് ഇഴഞ്ഞ് തറയിൽ വീഴുന്നു. പിന്നെ പൂർവി അവിടെ നിന്ന് തന്നെ എന്തോ അവൾക്ക് സ്വന്തമായിട്ട് ഓർമ്മയൊന്നുമില്ല. അപ്പം ഒരു പേപ്പർ എടുക്കുന്നു, എന്തൊക്കെയോ ഒരു ചിത്രം വരയ്ക്കുന്നു, അതായത് അമ്പലവും സിംഹാസനവും, ആ 2 ചിത്രം വരയ്ക്കുന്നു. എന്നിട്ട് ഉത്തരാമയും ഭരണിയും കൂടെ നേരെ ക്ഷേത്രത്തിലെ സിംഹാസനത്തിന്റെ അടുത്ത് വരുവാണ്. എന്നിട്ട് അവളുടെ സ്വന്തം രൂപം അവൾക്ക് കണ്ണാടിയിൽ തന്നെ കാണാൻ കഴിയുമെന്ന് ഉത്തരാമ പറയുവാണ്. അതേസമയം കണ്ണാടിയിൽ പൂർവിക്ക് ഇങ്ങനെ അവളുടെ രൂപം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവൾക്ക് ഇങ്ങനെ ബോധമൊന്നുമില്ല, ഒരുമാതിരി ഇരിക്കുവാണ്. പിന്നീട് പൂർവി വേദന സഹിക്കാൻ വയ്യാണ്ട് എന്ത് ചെയ്യുന്നു, വാതിൽ തുറന്ന് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് അലറി വിളിക്കുകയാണ്. എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പൂർവിയുടെ ശരീരം മുഴുവൻ ചുമന്ന് ആ ഒരു പാമ്പിന്റെ തൊലി പോലെ ആകെ മൊത്തം വേദന. പൂർവി കൈ മൊത്തം പൊള്ളുവാണ്, ഇങ്ങനെ പുക പറക്കുവാണ് കയ്യിൽ നിന്ന്, പൊള്ളുന്നു. അങ്ങനെ നേരെ പോയി ഫ്രിഡ്ജ് തുറന്ന് ഐസ് എല്ലാം പറക്കി വെക്കുവാണ് പൂർവി. അപ്പോഴാണ് നമ്മൾ അനന്ത ഓടി വന്നിട്ട് എന്ത് പറ്റി, അത് ചേച്ചി എനിക്ക് പൊള്ളുന്നു എന്ന് പറയുമ്പോൾ അനന്ത എന്ത് ചെയ്യാണ്, ഐസ് കട്ട പറക്കി വെച്ചു കൊടുക്കണം. എന്ത് പറ്റി നിനക്ക്? അത് ഞാനൊരു ചിത്രം വരച്ചു ചേച്ചി, അമ്പലവും സിംഹാസനവും ഒക്കെയാണ് ഞാൻ വരച്ചത്, ഞാൻ ഇവിടെ ഒന്നും ഉള്ളതല്ല. എന്തൊക്കെയാ പൂർവി നീ പറയണേ? അത് ചേച്ചി എന്തോ ഉണ്ട്, ആരോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും അനന്ത പറയണം, ഞാൻ നിനക്ക് മരുന്നിട്ട് തരാം. പിന്നെ നീ ഇന്ന് റോഡിൽ വെച്ച് കിടന്ന ആക്സിഡന്റ് സംഭവിച്ച അതിന്റെ ട്രോമയിലാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, വാ പോയി കിടന്നുറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം മാറി നിന്ന് എന്ത് ചെയ്യാണ്, ശാലിനിയും ഗുരീന്ദ്രനും കാണുകയാണ്. അപ്പം അവൾ മാറ്റം അവൾക്ക് വന്നു തുടങ്ങി എന്നുള്ള ഇവർക്കറിയാമല്ലോ, ഇവരുടെ മോളല്ല ഇത്, ആരുടെ, നമ്മുടെ കഴിഞ്ഞ സീസണിൽ അവളുടെ മകളാണെന്ന്, ഇവർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെ ഇവർക്ക് നല്ല പോലെ അറിയാം. അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്കും നമ്മുടെ പൂർവി ഭയങ്കര ഉറക്കമാണ്. അനന്ത വന്ന് വിളിക്കുകയാണ്, പൂർവി തട്ടി വിളിക്കുമ്പോഴാണ് പൂർവിക്ക് പനിയാണെന്ന് മനസ്സിലാവുന്നത്. അയ്യോ നിനക്ക് പനിയാണോ, എങ്കിൽ നീ ഓഫീസിൽ വരണ്ട. അയ്യോ പറ്റില്ല ചേച്ചി, ഞാൻ കൂടെ ഓഫീസിൽ വരും, ഫസ്റ്റ് ദിവസം ആണിത്, ജോലി കിട്ടിയിട്ട് ഇന്ന് തന്നെ ഞാൻ വരാതിരുന്നാലോ എന്നൊക്കെ പറഞ്ഞ് പൂർവിയും അനന്തയും കൂടെ റെഡിയായി കാർ ഓടിച്ച് പോവാണ്. അപ്പോഴത്തേക്കും രവീഷ് നമ്മുടെ അനന്തയെ ഫോൺ വിളിക്കുകയാണ്. എവിടെ എത്തി, ഫസ്റ്റ് ദിവസം തന്നെ ലേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് എത്തി എന്ന് പറയുന്നു. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു, പിന്നീട് ഓഫീസിലോട്ട് പോവുകയാണ്. ഓഫീസിലോട്ട് പോകുമ്പോഴത്തേക്കും പൂർവി പറയണേ, എൻ്റെ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ആര്യവൻ സാറിന് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് നമ്മുടെ ഓഫീസാണ് പിന്നെ കാണിക്കുന്നത്. ഓഫീസിൽ നമ്മുടെ രവീഷും അതുപോലെ തന്നെ ആര്യവനും ഉണ്ട്. രവീഷ് പറഞ്ഞു, ചേട്ടാ നിൽക്കുന്നതാണ് ചേട്ടാ പുതിയ അസിസ്റ്റന്റ് കേട്ടോ, പേടിപ്പിക്കുകയൊന്നും ചെയ്യരുതേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആര്യവൻ എന്ത് ചെയ്യുന്നു, പൂർവിയുടെ അടുത്തോട്ട് പോവാണ്. പൂർവിയുടെ കയ്യിൽ കുറേ പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. ആര്യവൻ പെട്ടെന്ന് ഷോക്കായിട്ട് ഇങ്ങനെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പൂർവിയുടെ കയ്യിരിക്കുന്ന പേപ്പേഴ്സ് എല്ലാം ദൂരോട്ട് പറന്നു പോകുന്നു. പൂർവി എല്ലാം തറയിരുന്ന് പറക്കുമ്പോൾ രവീഷ് പറയണ, ചേട്ടാ എന്ത് ചേട്ടാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, പാവം ചേട്ടാ. പറഞ്ഞാൽ എൻ്റെ അവിടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെടാ, അല്ലെങ്കിൽ വെള്ളമൊക്കെ തലയിൽ കയറി നിരങ്ങും, ആദ്യമേ നമ്മൾ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്താലെന്നൊക്കെ ആര്യവൻ പറഞ്ഞിട്ട് ആര്യവൻ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, എന്നിട്ട് പൂർവി എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പൂർവി എടുത്ത ഡീറ്റെയിൽസ് ഒക്കെ പറയണം, എനിക്ക് അത് ചെയ്യണം, ഇന്ന മീറ്റിംഗ് ഉണ്ട്, ഇത്ര വർഷത്തെ ഡീറ്റെയിൽസ് ഇവിടെ എടുത്ത് വെക്കണം, അതെല്ലാം ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ ജോലി പറയുമ്പോൾ ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് ഞാൻ എങ്ങനെ തീർക്കും, ഒരാഴ്ച കൊണ്ടല്ല ഇത് ഒരു ദിവസം കൊണ്ടാണ് തീർക്കേണ്ടതെന്ന് പൂർവിയുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊരു ബോട്ടിലും വേണമെന്ന് പറഞ്ഞ് ഒരു ബോട്ടിലിൻ്റെ ബ്രാൻഡും പറഞ്ഞു കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ പൂർവിക്ക് ഇതെനിക്ക് ആ ബോട്ടിലിൻ്റെ ബ്രാൻഡ് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുവാണ്. ഇതേ സമയം നമ്മുടെ കരൺ ഫോൺ വിളിച്ച് ബൽജീത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ പരമീതിൻ്റെ അടുത്തും പറയാണ് നാഗകന്യക ഉണ്ട്, യഥാർത്ഥത്തിൽ ഉണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ പരമീത് ബൽജീത്തിൻ്റെ പറയണ നാഗകന്യക ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും നാടാണ്. അപകടം വന്നു കഴിഞ്ഞാൽ നാഗലോകത്തിലുള്ളവരും ഈ ഇന്ത്യയെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ബൽജീത്തിനെ വിളിച്ചുകൊണ്ട് ഒരു ബേസ്മെൻറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരുവാണ്. അപ്പം അവിടെ വന്നിട്ട് പരമീത് പറയാണ്, ഞാനൊരു സംഭവത്തിന് നിനക്കൊന്ന് കാണിച്ചു തരാൻ പോവാണ്, അതിനെ ഞാൻ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. പണ്ടത്തെ രാജാവായിരുന്ന അക്ബറിന്റെ സദസ്സിലെ ചർച്ച തന്നെയായിരുന്നു ഈ പറയുന്ന ഡ്രാഗൺ എന്ന് പറയുന്ന വിഷയം. നാഗത്തിൻ്റെ വംശജരാണ് ഇവർ, അതുപോലെ തന്നെ ആ ഫാമിലിയിൽപ്പെട്ടവരാണ്. നാഗങ്ങൾക്ക് വരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവർക്ക് വരം കിട്ടിയിട്ടില്ല. ലോകം മുഴുവൻ കൈയടക്കാൻ ആഗ്രഹിച്ച ഒരു മൃഗമായിരുന്നു ഡ്രാഗൺ. പക്ഷേ ഡ്രാഗൺ പയ്യെ ചത്തുപോയി. പക്ഷേ ഡ്രാഗണിൻ്റെ ഈ പാമ്പിൻ്റെ ജീനൊക്കെ വെച്ച് മാറ്റം വരുത്തി നമ്മളൊരു ഡ്രാഗണിനെ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കൂടിനകത്തൊരു ഡ്രാഗൺ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്.
ഒരു ഡ്രാഗൺ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഈ ഡ്രാഗൺ എഴുന്നേക്ക് ഒരു നാഗകന്യകയുടെ പടം, അതായത് ഒരു പാമ്പിന്റെ ചട്ട, നാഗകന്യകയുടെ ചട്ട ഇതിന്റെ മൂക്കിൽ മണം അടിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ഈ ഡ്രാഗൺ എഴുന്നേക്കും. എനിക്കറിയണമല്ലോ ആരാണ് അനന്തകുലത്തിന്റെ നാഗറാണി എന്ന് എനിക്കറിയണം, അതിനാണ് ഞാൻ ഈ ഡ്രാഗൺ അവിടെ നിർത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ പരമീത് ഇങ്ങനെ പറയുന്ന അതേ സമയം തന്നെ പൂർവി ഓഫീസിൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർവിയുടെ കഴുത്തിലും മുഖത്തിലൊക്കെ ഇങ്ങനെ ഈ പാമ്പിന്റെ ചട്ട പോലെ, പാമ്പിന്റെ തൊലി പോലെ ഇങ്ങനെ ആയി മാറുന്നുണ്ട്. ഇത്രയാണ് എപ്പിസോഡ്. ഇനി ഇത് ടി വിയിൽ മുഴുവനായിട്ട് കാണിക്കുമോ അതോ മുറിച്ച് കാണിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നാളെ ടി വിയിൽ വരാനിരിക്കുന്ന യഥാർത്ഥ എപ്പിസോഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ ഞാൻ പറഞ്ഞു തരുന്നത്? മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.